തയ്യൽ മെറ്റീരിയൽസിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സാധനമാണ് ഈ ബാൻഡ് റോള്, റിലേബിൾ ബാൻഡ് റോള്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 8 വർഷത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ബാൻഡ് റോളാണ് റിലേബിൾ. നന്നായിട്ട് നമുക്ക് വളരെയധികം ബാൻഡൊക്കെ ഏത് തുണിയിലും നമ്മൾ മാച്ച് ചെയ്യാവുന്ന ഒരു ബാൻഡ് റോളാണ് ഇത്. നമുക്ക് 1.5 ഇഞ്ചോളം അടുത്ത് ആണ് ഇതിൻ്റെ ഒരു വിത്ത് വരുന്നത്. പാക്കറ്റിൽ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നമ്മുടെ ഉപയോഗത്തിൽ. കാരണം പലരും ചോദിച്ചായിരുന്നു, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബാൻഡ് റോൾ ഏതാണ്. പല ടൈലേഴ്സ് തന്നെ നമ്മളോട് ചോദിച്ചായിരുന്നു ഉപയോഗിക്കുന്നത് ഏതാണ്, അപ്പം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഈ ബാൻഡ് റോളിനെ പറ്റി പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിത്തൊന്ന് നോക്കാം എത്ര ഇഞ്ച് ഉണ്ടെന്ന്. 1.5 ഇഞ്ച് അടുത്തുണ്ട്. നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിൽക്കും. പിന്നെ ഒട്ടിക്കുന്ന പല രീതിയിലുള്ള ബാൻഡ് റോള് ഒട്ടിക്കുമ്പോൾ അതിനൊരു ചെറിയ പ്രത്യേകതയുണ്ട്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ അയൺ ചെയ്ത് കാണിച്ചു തരാം. കുറച്ച് എത്രത്തോളം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നു അത്രത്തോളം ഭംഗിയായിട്ട് തന്നെ ഇത് നിലനിൽക്കുന്നതാണ്. കാരണം ഞാനൊരു 3 വർഷത്തോളം ആയി കഴുകിയ പാൻറ്റ് കണ്ടപ്പോൾ വലിയൊരു പ്രശ്നം തോന്നിയില്ല. അന്നേരം അയൺ ചെയ്യുമ്പോഴും ഈ ബാൻഡിന് നല്ലൊരു പ്രത്യേകത തോന്നി. കാരണം ഏത് തുണിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പശയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വിത്ത് കണ്ടല്ലോ, ഏത് തുണിയായിട്ട്. കാരണം നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉൾവശം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എത്രത്തോളം ഈ ബാൻഡുമായിട്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആ ഒരു പ്രസ്സിങ്ങിലും അതിൻ്റെ ആ ഒരു കമ്പനിയുടെ നിർമ്മാണത്തിലും ഒരുപാട് പ്രത്യേകത. കാരണം ഒത്തിരി പേര് മാറി വിവിധ ബാൻഡ് റോളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാനും അങ്ങനെ പരീക്ഷിച്ച് നോക്കി പലതും. അപ്പം യൂണിഫോം ക്ലോത്ത് കൂടുതലും ഞാൻ മഫത്തിലാനിലെ ക്ലോത്തൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആ ഒരു ബിഗ് ബോസ് ഇല്ലെങ്കിൽ പിന്നെ കോൺകോഡ് അങ്ങനെ പോലുള്ള തുണികളൊക്കെ നമ്മൾ ഷൂട്ടിംഗ് ഉപയോഗിക്കുമ്പം വളരെയധികം ആ തുണിയുമായിട്ട് ഒട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതൽ കാണിക്കുന്ന ഒരു ബാൻഡ് റോളാണ് ഈ റിലേബിളിൻ്റെ. അപ്പം എന്നോട് പലരും ചോദിച്ചു നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ബാൻഡ് റോളിനെ പറ്റി പരിചയപ്പെടുത്തണം. നമ്മുടെ പാൻറ്റും ഒക്കെ കണ്ടിട്ടാണ് അവരിങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടത്. അപ്പോൾ എത്ര നൈസ് തുണികളും, ഞാൻ ഈ പോക്കറ്റ് പാൻറ്റ് പോലുള്ള ലേഡീസ് പാൻറ്റുകൾക്കും ഇത് ഉപയോഗിച്ച് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. അതിലെല്ലാം വളരെ ഗുണകരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റിലേബിളിന്. ഞാൻ കാഞ്ഞിരപ്പള്ളി കൃപ ത്രിഡോസി എന്നാണ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഞാൻ ചോദിച്ച് അവരെ കൊണ്ട് തന്നെ വരുത്തി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ യൂണിഫോം തയ്ച്ച് കൊടുക്കുന്ന പാൻറ്റുകളൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴും ഇല്ലെങ്കിൽ അവർ കൊണ്ട് കാണിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതേപ്പറ്റി ഒരു പഠനം നടത്തിയപ്പം വളരെയധികം ഗുണകരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് റോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഉപയോഗിച്ച ഇപ്രാവശ്യം നമ്മൾ തയ്ച്ച പാൻറ്റുകളാണ്. ഇത് ലൈറ്റ് കളർ പാൻറ്റിലാണെങ്കിൽ പോലും നല്ല ഇത്. കാരണം മെഷീൻ്റെ കാണിയുമായിട്ടൊക്കെ ഭയങ്കര ഒരു ജോയിൻ്റ് കാണുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയത്. ഇത്രയും ലൈറ്റ് കളർ തുണിയിൽ ഉപയോഗിച്ചിട്ട്, ഇല്ലെങ്കിൽ നമ്മളിത് ഈ കട്ട് പോക്കറ്റിൻ്റെ പാൻറ്റിൻ്റെ പടിക്കൊക്കെ നമ്മളിത് കൊടുക്കാറുണ്ട്. വളരെയധികം ഭംഗി തോന്നും. അതുപോലെ തന്നെ ഡാർക്ക് കളർ, ഇതുപോലെ ഡാർക്ക് കളർ പാൻസിനും ഇത് വളരെ ഗുണകരമാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടും വളരെ ഒരു ഇതാണ്. എനിക്ക് കുറേ കഴിയുമ്പം 1 വർഷം കഴിയുമ്പോൾ ചിലർ ഈ വണ്ണം കൂട്ടാനായിട്ടൊക്കെ നമ്മൾ തയ്ച്ച പാൻറ്റൊക്കെ സമയമുണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് ചോദിച്ചു വരും. ഞാനിത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളു നോക്കാറുണ്ട് എങ്ങനെയുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബാൻഡ് റോളിൻ്റെ ഒരു ഗുണം അപ്പോൾ വളരെയധികം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഉള്ളിൽ പോകുന്ന പീസ് പോലും ഒട്ടിച്ചെടുത്തുനിന്ന് അത് വിട്ട് നിൽക്കാറില്ല. അപ്പം നിങ്ങളും ഇതൊക്കെ വാങ്ങുക. കാഞ്ഞിരപ്പള്ളി കൃപ ത്രിഡോസി എന്നാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അയൺ ചെയ്യുന്നത് നമുക്ക് കുറച്ച് എങ്ങനെയെന്നൊന്ന് നോക്കാം. അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ബാൻഡ് റോള് ഇത് തന്നെ ഇങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെയാണ് എല്ലാം. ഈ പുറമേ ഈ കവറിൽ തന്നെ പേര് എഴുതി വരുന്നുണ്ട്. പിന്നെ പലരും പല രീതിയിലുള്ള ബാൻഡ് റോളുകളാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നു. പിന്നെ എൻ്റെ ടൈലറും അവരെല്ലാവരും പറയുന്നത് ഈ ബാൻഡ് റോള് തന്നെ കേട്ട് വാങ്ങണമെന്നാണ്. അപ്പം നമുക്കത് അയൺ ചെയ്യുന്നതൊന്ന് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം, ഇതിൻ്റെ ഒരു കുറേ ഭാഗം ഇങ്ങനെ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് ഈ ബാൻഡ് റോള് 2 രീതിയിൽ 2 പീസായിട്ട് അയൺ ചെയ്ത് നോക്കാം സാമ്പിളായിട്ട്. ഇത് അയൺ ചെയ്യുമ്പം ഇതിനൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ടൈലേഴ്സിനൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ മുന്നോട്ട് തന്നെ ഇത് ഏത് ബാൻഡ് റോൾ അയൺ ചെയ്താലും നമ്മൾ മുമ്പോട്ട് തന്നെ ചെയ്യണം. ആ ഒരു രീതിയിലാണ് നമ്മളിതിൻ്റെ കമ്പനി ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അയൺ ബോക്സ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ തിരിച്ച് വലിക്കാൻ പാടില്ല.
അത് കോളർ ഒട്ടിച്ചാലും ശരി, ബാൻഡ് റോൾ ഒട്ടിച്ചാലും ശരി, നമ്മൾ ഇങ്ങനെ തിരിച്ച് വലിക്കില്ല. ഒരു സൈഡിലോട്ട് തന്നെ സ്പീഡ് കുറച്ച് ഒരു മിനിമം ചൂട് നമുക്കറിയാമല്ലോ, ഈ മിനിമം ചൂടിൽ ഇങ്ങനെ തന്നെ ഒട്ടിപ്പോകും. ഉണ്ടോ ഇങ്ങനെ? അതാ ചൂട് ഇറങ്ങി അയൺ ബോക്സ് അതിലെ ചൂട് ടൈറ്റായിട്ട് ഇറങ്ങി ഇങ്ങനെ തന്നെ ഒട്ടണം. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ തേപ്പൊട്ടി കൊണ്ടുപോകില്ല, പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരിച്ച് വലിക്കില്ല. ഒരു കാരണവശാലും ഇങ്ങനെ തന്നെ ഒരു നൈസായിട്ട് നമ്മൾക്കിപ്പം റെഡിമെയ്ഡ് കമ്പനിയിലൊക്കെ ഫ്യൂസിങ് ഒട്ടിക്കുന്നത് നമ്മൾ കാണും അല്ലേ. ആ മെഷീന് മിനിമം ഈ ഒരു സ്പീഡിലേ ആ മെഷീൻ കറങ്ങുള്ളൂ. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ചൂട് വന്ന് ഇത് ഒട്ടിപ്പോവാം, ഇങ്ങനെ തന്നെ പോവുള്ളൂ. അപ്പോൾ എന്നൊരു ഒട്ടിപ്പോകുമ്പോൾ കറക്റ്റായിട്ട് ഒട്ടിപ്പോകും. ഒരു കാരണവശാലും മെഷീൻ റിട്ടേൺ കറങ്ങുന്നില്ല, ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒട്ടിപ്പോകും. അതുപോലെ ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ ഈ ഒട്ടിയ ഭാഗം നമ്മളിങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ നമുക്കിത് അറിയാം. ഇവിടെ ഒരു പാട് കാണാം, നമ്മൾ നൈസായിട്ട് ഒട്ടിയെന്ന് കണ്ടോ, ഈ ഒരു ഇതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ഒട്ടിയെന്നുള്ളത്. ഇത് പിന്നെ തണുത്ത് കഴിയുമ്പം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഒട്ടിയെടുക്കും. ഇനി അങ്ങനെയല്ല, തീർത്തും ഒട്ടാത്തൊരു തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യണം. ഇതിലേക്ക് ഇതുകൊണ്ട് ഇതുപോലെ ഒരു ശകലം സ്പ്രേ ചെയ്ത് കൊടുക്കണം, വെള്ളം ഇങ്ങനെ. അതെങ്ങനെ ചെയ്യണം? ഒട്ടുന്നതിന് മുന്നേ തന്നെ സ്പ്രേ ചെയ്യണം. അതെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ചില തുണികൾ നമുക്ക് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ചില തുണികൾ അങ്ങനെ തുണി ചുരുങ്ങാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബക്കറത്തെ അല്പം വെള്ളം അടിച്ച് കൊടുത്തിട്ട് ഇതുണ്ട് ഇങ്ങനെ തന്നെ ഒട്ടണം. അപ്പം ആ തുണിയുടെ ഒരു വെള്ളം ചെന്ന് കഴിയുമ്പോൾ ആ തുണിക്കൊരയവ് വരും. അങ്ങനെ നമുക്ക് ഒട്ടാം. അതും തേപ്പുപെട്ടി ഒരിക്കലും തിരിച്ച് വലിക്കില്ല, ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇങ്ങനെ തന്നെ ഒട്ടുമ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടിപ്പോകുമ്പോൾ നമ്മൾ പുറകുവശത്ത് തന്നെ ഇതുപോലൊരു ടൈറ്റ് ഒരു ബോക്സ് കൊണ്ടോ ഇല്ലെങ്കിൽ പേപ്പർ കാർഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തായില്ലേ നല്ല നീറ്റായിട്ടിത് ഒട്ടും. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു നല്ലത്. നമ്മൾ തുണി അയൺ ചെയ്യുമ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒട്ടിച്ച പീസ് ഒന്ന് നോക്കാം. കണ്ടോ, വളരെ ഭംഗിയായിട്ടിരിക്കുന്നു. ഇത് വേണമെങ്കിൽ കൊണ്ട് എത്ര ഇതാണെങ്കിലും നമുക്കത് വരത്തില്ല. ഇത്രയും ടൈറ്റാണ്, ഇത്രയുമാണ് അതിൻ്റെ ഒരു പശ. ഇനിയിപ്പം നിങ്ങളിങ്ങനെ ബാൻഡ്രോളൊക്കെ ഒട്ടിക്കും, ഇത് റിലേബിളൊക്കെ വാങ്ങി ഉപയോഗിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.